കിട്ടിയടാ രമണ, കിട്ടി. എന്ത് പുതുമയുള്ളതും നാട്ടുകാർക്ക് താല്പര്യമുള്ളതുമായ ഒരു പുതിയ പരിപാടിയില്ലേ നമുക്ക് വേണ്ടത്? അതിന് സഹൃദയരെ, ഏതാനും നിമിഷങ്ങൾക്കകം കലാദർശനയുടെ മിമിക്സ് പരേഡ് ആരംഭിക്കുകയായി. ലക്ഷ്യം ഇവിടെ നിന്ന് ലഹരി മുക്ത നവകേരളം. ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഭൈരവ. ഞാൻ സുരേഷ് ഗോപിയാണ്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഇത് ഞാനല്ലേ? ഓൾറെഡി ആ ഒരു സിമിലാരിറ്റി ജസ്റ്റിഫൈഡ് ആണ്. അത് എൻബിൽട്ട് പോലെയാണ് എനിക്ക്. ഞാൻ ചെറുപ്പം മുതൽ എങ്ങനെയാ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ പഴയ പോലെ. അദ്ദേഹം പറഞ്ഞ ഉടനെ ഏത് ചാനലിലാണ് ചോദിച്ചു. ഫ്ലവേഴ്സ് ഏത് പരിപാടിയാണ്? കോമഡി ഉത്സവം എന്ന് പറഞ്ഞ ഉടനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാനും പൊട്ടിച്ചിരിക്കാനും എന്നെ കിട്ടില്ല. ഏറ്റവും സങ്കടകരമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് കഥ, സംഭാഷണം, അഭിനയം എല്ലാം പുള്ളി ഒറ്റയ്ക്ക്. ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. അപ്പോ ആരൊക്കെ ലിസ്റ്റിലുള്ള? സർ, എന്റെ ലിസ്റ്റില് തമിഴ്നാടൻ തല അജിത്ത്, പിന്നെ സുരേഷ് ഗോപി, പിന്നെ അന്തരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി കരുണാനിധി സർ. ഇത്രയും ലോകങ്ങളുള്ള താൻ മണ്ടത്തര കാണിച്ചത്. സാറിന് കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. വിശ്വാസവഞ്ചന കാണിക്കരുത്. സുരേഷ് ഗോപി പറയുന്നത് പോലെ വളരെ ചടുലമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് അത് ഇമിറ്റേഷനേ അല്ല, അദ്ദേഹത്തിന്റെ സംസാര രീതിയാണ് അല്ലേ? എന്റെ അമ്മാവാ, തൊണ്ടി സഹിതം ഞാൻ പിടികൂടിയിരിക്കുക. ഇപ്പൊ ഞാനാ ഹെഡ് കോൺസ്റ്റബിൾ. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. എന്റെ ജീവിതം മുഴുവൻ നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പരപരപ്പ്? സമയദോഷം, ജലദോഷം. തണുത്തൊന്നും കഴിക്കണ്ട കേട്ടോ, നീ വാ. ഞാൻ സുരേഷ് ഏട്ടനായിട്ടോ അല്ലെങ്കിൽ സുരേഷ് ഏട്ടന്റെ അതേ വോയിസിൽ ജീവിക്കുന്ന ഒരാളായിട്ടോ നിങ്ങൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അയ്യടാ, ഇപ്പൊ അങ്ങനെ ആയോ? ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കുറ്റസമ്മതം നടത്തി തടുത്തപ്പാപം നീ കരുതണ്ട. ഒരിക്കലും അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. അങ്ങനെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളിലും അങ്ങനെയുള്ള സ്റ്റേജ് പെർഫോമൻസുകളിലുമാണ് നമ്മള് ആ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മാത്രമാണ്. നീനൊന്നും പറയണ്ടേട്ടാ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. നിനക്കിപ്പോ പഴയതൊന്നും ഓർമ്മ കാണില്ല. നിങ്ങൾ ഒരു രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. അത് എൻബിൽട്ട് പോലെയാണ് എനിക്ക്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം, ഇതിൽ വേറൊരു ഇതുമില്ല. കാരണം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. പരീക്ഷണങ്ങളൊക്കെ നടത്തിയത് ചേട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. പരീക്ഷണം നടത്താൻ ഞാനെന്തോ ഗിനി പന്നിയാണോ? അത് കൊള്ളാം. ആളുകൾ പലതും പറയുന്നുണ്ട്. ആ സംസാര രീതിയിൽ ചില ഭാഗങ്ങളിൽ മോഡുലേഷൻ സുരേഷ് ഏട്ടനുമായിട്ട് വളരെയധികം സിമിലർ ആയിട്ട് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ കൂടുന്നു പഴമക്കാര് പറയാറുണ്ടേ. ഏത് ഉത്തരത്തേന്ന് വീണാലും ഈ പൂച്ച 4 കാലേ നിൽക്കും, അറിയാവോ? ചേട്ടാ, നമ്പർ മറക്കണ്ട. ഞങ്ങളും തന്നതേ ചോറ് തന്നെയാ.